ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫാമിലി. നമ്മുടെ ചാനൽ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനകത്ത് പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉണ്ണിയുടെ പിറന്നാളിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടത്. അപ്പോൾ തലേ ദിവസം ഞാൻ സ്റ്റാറ്റസ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇട്ടുകൊടുത്തൊരു ഡ്രസ്സാണ് ഇത്. അവളുടെ ഒന്നാം പിറന്നാൾ കിട്ടിയ ഡ്രസ്സാണ് കേട്ടോ. അവൾ പിന്നെ തടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം, വെയിറ്റൊന്നും ഇല്ലാത്ത കാരണം ഡ്രസ്സുകളൊക്കെ പണ്ടത്തെ ഇപ്പം ഒക്കെ പാകാണ് കേട്ടോ. പഴയ ഡ്രസ്സുകളൊക്കെ ഇപ്പോൾ പാകമാണ്. ഉണ്ണി വെയിറ്റൊന്നും വെക്കണില്ല, ഭക്ഷണം കഴിക്കലൊക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ പിന്നെ ഇത് പിറ്റേ ദിവസം കേട്ടോ, പിറന്നാൾ ദിവസം രാവിലെ ഉണ്ണി ഉറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ അന്ന് ഭക്ഷണമൊക്കെ വെക്കുക. അപ്പോൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയി കേട്ടോ. അപ്പോൾ ഉണ്ണിക്ക് നീല ബേബി കൊടുന്ന ഡ്രസ്സാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം അന്ന് പറഞ്ഞാൽ അവൾ ഭയങ്കര വാശിയായിരുന്നു കേട്ടോ. ഭയങ്കര ഒരു എന്താ പറ്റിയെന്ന് അറിയില്ല, നമ്മൾ കണ്ണ് കെട്ടിയെന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒക്കെ ഒരു ഇതായിരുന്നു കേട്ടോ. അന്നത്തെ ദിവസം ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നില്ല, വെറുതെ വാശി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ തൊഴാനൊക്കെ പറഞ്ഞാൽ നല്ല ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. പിന്നെ നിലത്ത് ഇറങ്ങണില്ല. ഇപ്പം എങ്ങടേലും പോകുമ്പോൾ ആൾ എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നടന്ന് കളിക്കണ പോലെയല്ല, എങ്ങടേലും പോകുമ്പോൾ അവൾ നടക്കുകയില്ല, എടുത്തിട്ട് തന്നെ പോകണം. പിന്നെ അച്ഛൻ്റെ അടുത്തേക്ക് പോണ കുട്ടിയാണ്, അച്ഛൻ്റെ അടുത്ത് പോകണ്ട, അമ്മന്നെ എടുത്താൽ മതി പറഞ്ഞിട്ട് അങ്ങനെ വാശി പിടിക്കുകയായിരുന്നു കേട്ടോ. ലാസ്റ്റ് പൈസ ഇടാന്ന് പറഞ്ഞപ്പോഴാണ് അവളൊന്ന് ഇറങ്ങിയത്. അതുവരെ തൊഴണമൊന്നും ഉണ്ടായിരുന്നില്ല. തൊഴാനൊന്നും കൂട്ടാക്കണില്ല. പൈസ ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്, ആ പെട്ടിയിൽ പൈസ ഇടാൻ. അപ്പോൾ അതുകൊണ്ട് അത് മാത്രമാണ് കേട്ടോ തൊഴണത്, അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തൊഴണത്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു. അപ്പോൾ ഉണ്ണിക്കിങ്ങനെ കുളത്തിൽ പോയിട്ട്, അപ്പോൾ കുളത്തിൽ ആൾക്കാരുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഏട്ടൻ ഉണ്ണീനെ കൊണ്ടിട്ട് കാണിച്ചു കൊടുക്കും. അവിടെ കുളത്തിൽ മീനൊക്കെ ഉണ്ട്. ഞങ്ങൾ തൊഴാൻ നിൽക്കുമ്പോൾ അവൾ നിലത്തിറങ്ങാതെ മീനുണ്ട് കൊണ്ട് അതൊന്നും അവൾക്ക് ശ്രദ്ധിക്കാൻ സമയം ഉണ്ടായിരുന്നില്ല, വെറുതെ ഇങ്ങനെ വാശി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഉണ്ണിയുടെ പിറന്നാളായതുകൊണ്ട് തന്നെ ഇന്ന് സദ്യയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഏട്ടനൊന്ന് വർക്ക് ഉണ്ട്, അതുകൊണ്ട് ഏട്ടൻ ഇപ്പോൾ വേഗം വർക്കിന് പോകാം കേട്ടോ രാവിലെ തന്നെ. ഇന്നിപ്പോൾ സൺഡേ ആണ്. അവളുടെ പിറന്നാളും ബർത്ത്ഡേ ഒക്കെ വരുന്നത് ഞായറാഴ്ചകളിൽ തന്നെ കേട്ടോ വന്നത്. പക്ഷേ ആ ഞായറാഴ്ച മറക്കുണ്ടായിരുന്നു. അപ്പോൾ അത് പറഞ്ഞാൽ ഏട്ടൻ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ നിന്നൊക്കെ വന്നിട്ട് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു കേട്ടോ. വേഗം വിശക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഉണ്ണിക്ക് സൂര്യ തലേദിവസം ഊട്ടിക്ക് പോയിരിക്കായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ അതിന് പോയിട്ട് കൊണ്ടുവന്ന സാധനങ്ങളാട്ടോ ഉണ്ണിക്ക് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഈ ഒരു പാവക്കുട്ടി, അതുപോലെ ഒരു സെറ്ററും പിന്നെ ഹെയർ ബാൻഡും തൊപ്പിയും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അവൾക്ക് കാണിച്ചു കൊടുക്കണം രാവിലെ തന്നെ. പിന്നെ ചോക്ലേറ്റും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണിച്ചു കൊടുത്തിട്ട്, അപ്പോൾ എന്തായാലും ഇപ്പോൾ തണുപ്പ് കാലത്ത് നമ്മളുടെ അടുത്ത് 2 എണ്ണം ഉള്ളതൊക്കെ ചെറുതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ടൈറ്റൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കിട്ടിയപ്പോൾ നല്ലൊരു ഇതാട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ എടുത്ത് കളിക്കുക കേട്ടോ. അപ്പോൾ കുറേ പാവകളായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഓരോ പാവയ്ക്കും ഓരോ പേരുകളൊക്കെ ഇടും. അപ്പോൾ ഇതിന് അങ്ങനെ പേരൊന്നും ഇട്ടിട്ടില്ല, ഇതിന് മൊയിൽ എന്നാണ് കേട്ടോ അവൾ പറയണത്. അങ്ങനെ പിന്നെ എനിക്ക് ക്ലിപ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ഉണ്ണിക്ക് കൊണ്ടുവന്നിട്ടുള്ള ഹെയർ ബാൻഡ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ സദ്യയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ണീനെ ഒന്ന് എൻഗേജ് ചെയ്ത് ഇരുത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ സാൻഡി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് കളിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് സദ്യയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വിളമ്പിയിട്ട് ഇട്ടിട്ട് വിളക്കൊക്കെ കത്തിച്ചിട്ട് വിളമ്പിയിട്ട് ഉണ്ണീനെ ഇരുത്തുക കേട്ടോ. അപ്പോൾ ഉണ്ണി ഞാൻ പറഞ്ഞാൽ അന്ന് ഭയങ്കര വാശിയായിരുന്നു എന്ന്. പിന്നെ അന്ന് ഞാൻ പുതിയ ഡ്രസ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അമ്മ കൊടുന്ന ഡ്രസ്സല്ലേ അതാട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് ചോറ് വയ്ക്കുമ്പോൾ അതിട്ട് കൊടുത്തു. പക്ഷേ എന്താ പറയുക, ഞാനിത് ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് ആദ്യം ഒരു വെറുതെ ഇങ്ങനെ നമ്മൾ സെൽഫി എടുക്കണ പോലെ ഇതാക്കിയിട്ട് കേട്ടോ. അപ്പോൾ വിളക്ക് കണ്ടപ്പോൾ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. നേരെ അവിടെ പോയിരിക്കണത്, എന്നിട്ട് അത് ഊതാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളൊരു വിധത്തിൽ കുറച്ച് ഫോട്ടോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഫോട്ടോ എടുക്കാനൊന്നും നേരം പോലെ ഇരുന്നില്ല കേട്ടോ. അപ്പോൾ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കണം. അത് കഴിഞ്ഞിട്ട് സദ്യവട്ടങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ഇത് വിളമ്പാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾ വിളമ്പാൻ വേണ്ടിയിട്ടായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വിളമ്പാനാണ് അവൾ നിൽക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അവിടെ വന്നിരിക്കാൻ പറഞ്ഞിട്ടൊന്നും കേൾക്കണില്ല കേട്ടോ. അവൾക്ക് ഭയങ്കര വാശി കൂടുതലാണ്. ഇപ്പോൾ വലുതാവുന്നതോറും ഇങ്ങനെ വാശിയാണ്. അപ്പോൾ ഇത് കണ്ടോ, വിളമ്പാനാണ് നോക്കണത്. അത് ഒക്കെ വിളമ്പിയതാണ്, പിന്നെ അവിടെ ഇവിടെയൊക്കെ കൊണ്ട് വിളമ്പി വെക്കുന്നുണ്ട്. മാമുണ്ണി അങ്ങനെ പായസം കണ്ടപ്പോൾ പിന്നെ പായസം കുടിക്കാൻ വേണ്ടി ഇരിക്കട്ടോ. ചോറൊന്നും തൊട്ട് നോക്കിയ പോലും ഇല്ല, കുറച്ച് പോലും കഴിച്ചില്ല കേട്ടോ. ഭയങ്കര വാശിയായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ കൊടുക്കാന്നപ്പോൾ അത് കഴിച്ചോട്ടെ വിചാരിച്ചു. അങ്ങനെ എന്നിട്ട് പായസം കുടിക്കുക കേട്ടോ. എന്നിട്ട് പായസം കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറേ കഴിഞ്ഞൊരു 2 മണി കഴിഞ്ഞ് 3 മണി കവറായിട്ടുണ്ട്. അപ്പം ഞാൻ
ആ നോക്കിക്കോളൂ. ചോറൊക്കെ എടുത്തിട്ട് കൊണ്ടു കൊടുത്തിട്ട് അപ്പോഴും കഴിച്ചില്ല കേട്ടോ. വെറും പായസമാണ് അവള് പിറന്നാളായിട്ട് കഴിച്ചത്. അങ്ങനെ എന്താ പായസം കുടിച്ചിട്ട് ഉടുപ്പ് മൊത്തം ആക്കിയിട്ട് കേട്ടോ. അത് അപ്പം തന്നെ ഇടാൻ പറ്റുള്ളൂ. ഈ ഒരു പായസം കുടിച്ച് എണീറ്റ് ഇത് ഉടുപ്പ് മാറ്റി കൊടുക്കേണ്ടി വന്നു കേട്ടോ. മൊത്തം മേലിൽ കൂടെ മൊത്തം കളഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്നിട്ട് ഞാൻ ഉടുപ്പൊക്കെ മാറ്റി വേറെ ഉടുപ്പ് ഇട്ട് കൊടുത്തിട്ടോ. നമ്മൾ തിരുപ്പൂർ കോട്ടൺ എടുത്തിട്ടുള്ള ഒരു ഡ്രസ്സാട്ടോ. നമ്മൾ ബർത്ത്ഡേ പർച്ചേസിന് പോയപ്പോൾ അപ്പം തന്നെ എടുത്തിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു ഡ്രസ്സ് കേട്ടോ. ബനിയനും പാൻറ്റും. പാൻറ്റ് ഇറക്കം കുറവാട്ടോ. പാൻറ്റൊക്കെ ആ ഇറക്കത്തിന് തന്നെ കിട്ടണുള്ളൂ. അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇരുന്ന് കളിക്കുകയാണ് കേട്ടോ. കളിപ്പാട്ടങ്ങളൊക്കെ എടുത്തിട്ട് ഇരുന്ന് കളിക്കുകയാണ്. അപ്പോൾ പുതിയ പാവേനെ എടുത്തിട്ട് ഓരോന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ കുറേ പാവകൾ ഒക്കെ ഇങ്ങനെ ഞാൻ ആ രാലത്തിന് ഒതുക്കി വെക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഒക്കെ എടുത്തിട്ട് എല്ലാവരെയും ഇങ്ങനെ വരിക്ക് കെടുത്തിട്ട് അതിൻ്റെ നടുക്ക് കെടുക്കല കേട്ടോ അവളുടെ പരിപാടി. അതൊക്കെ കഴിഞ്ഞിട്ടൊരു 3 മണി കഴിഞ്ഞപ്പോൾ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. തെറ്റിയൊക്കെയാണോ? ക്ലിയറില്ല. പക്ഷെ എന്തുണ്ണേ അമ്മ ചോദിക്കട്ടെ, എന്ത് പറ്റുണ്ണേ? ഇല്ല അത്രേ. ഒരു കാര്യം വന്നിട്ട് കേക്ക് കുട്ടിക്ക് അച്ഛ കേക്ക് മേടിച്ചാറുണ്ട്. ഉച്ചക്ക് പോയി വരുമ്പോഴേ കേക്ക് മേടിച്ചാരാ കേട്ടോ. കേക്ക് മേടിച്ചാരാടാ ഇടാന്. എന്തായാലും എടുക്കുമ്പോ അങ്ങനെ എടുത്തെങ്കിൽ അതിലിടാന്ന് പറഞ്ഞതാണ്. ഇതെന്താ കുഞ്ഞു കിട്ടുന്നത്? അങ്ങനെ അതാ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവൾ ഉറങ്ങി കേട്ടോ. ഉറങ്ങിയിട്ട് ഞങ്ങൾ എണീറ്റപ്പോഴേക്ക് ഞങ്ങൾക്കൊരു ഇന്നൊരു മാരേജിൻ്റെ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ രാവിലെ പിന്നെ പിറന്നാളൊക്കെ ആയതുകൊണ്ട് കല്യാണത്തിന് ഞങ്ങൾ കൂടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വൈകുന്നേരമുള്ള റിസപ്ഷനാണ് കേട്ടോ പോണത്. അപ്പോൾ നിലു ബേബി തന്ന ഡ്രസ്സ് രണ്ടാമത്തെ ഡ്രസ്സില്ലേ അത് ഇട്ട് കൊടുത്തിട്ടാണ് പോണത് കേട്ടോ. പിറന്നാളായിട്ട് ഇന്ന് മൊത്തം പുതിയ ഡ്രസ്സുകൾ മാത്രമാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ ഞങ്ങൾ എല്ലാ ടാറ്റൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. ഉറക്കത്ത് നീച്ചേൻ്റെയും പിന്നെ രാവിലെ തൊട്ട് ഞാൻ മൂഡ് ഓഫ് കാര്യങ്ങളൊക്കെ കുറച്ച് ഇങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെ അങ്ങനെ ചിരിക്കാനൊന്നുമില്ല കേട്ടോ. പോണ വഴിക്ക് നമ്മൾ കുതിരേനെ കണ്ടു കേട്ടോ. കുതിര വണ്ടി ഇവിടെ എല്ലാം ഇങ്ങനെ വാർത്തയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 24 ന്യൂസാണോ അറിയില്ല, ഏതൊക്കെ ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു ഇവരുടെ കേട്ടോ. അപ്പം ഞാനത് ഉണ്ണിക്ക് കാണിച്ചു കൊടുത്തു. ഉണ്ണിക്ക് അതിനെ കുതിര അവളങ്ങനെ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവൾ വീണ്ടും അത് നോക്കി നിൽക്കരുത്. പിന്നെ ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഉണ്ണി അത് കാണാൻ വേണ്ടി നിൽക്കാനൊക്കെ പറഞ്ഞു. എന്നാലും ഞങ്ങളിങ്ങനെ പോകുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ പോയിട്ട് ഇതാ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഉണ്ണി ഇങ്ങനെ വാശി പിടിക്കുക തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ കല്യാണത്തിൽ കുറേ ആൾക്കാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മൾ പറഞ്ഞില്ലേ കുറച്ചൊന്ന് നേരം വീട്ടിൽ പോയതെന്ന്. അപ്പോൾ ഇത് ഉണ്ണിയുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഏട്ടനെ അറിയുന്ന ഒരാളായിരുന്നു കേട്ടോ. ഇവിടെ അടുത്ത് തന്നെ ഉള്ളതാണ്. അപ്പോൾ ഫോട്ടോ എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് പറഞ്ഞിട്ട് ഒന്ന് ഉണ്ണിയുടെ ഫോട്ടോ എടുപ്പിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഫോട്ടോസിലൊന്നും അവൾ നേരം പോലെ നിൽക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അത് ഓട്ടോ ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിൽ പോകാൻ വേണ്ടിയിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെയൊക്കെയാണ് നോക്കുന്നത്. പക്ഷെ ചിരിക്കാൻ വേണ്ടി ചിരിക്കണമില്ല, അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. അന്നത്തെ ദിവസം ഭയങ്കര ഇതായിരുന്നു, ഒരു ചെയ്യില്ല എന്നുള്ളൊരു വാശിയാണ്. അങ്ങനെ നിൽക്കുകയാണ്. കുറേ അടുത്തുള്ളവർ അവിടെ നിൽക്കണവരൊക്കെ ചിരിപ്പിക്കാനൊക്കെ നോക്കിയിട്ടോ. പക്ഷെ അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങോട്ട് നോക്കേണ്ടടത്തേക്ക് നോക്കണില്ല കേട്ടോ. പിന്നെ അവൾ നിൽക്കേണ്ടടത്തേക്ക് ലേറ്റിൻ്റെ പ്രശ്നം കാരണം പറഞ്ഞിടത്തേക്കൊന്നും അവൾ നിൽക്കണില്ല കേട്ടോ. പിന്നെ ഞങ്ങളിതാ തിരിച്ചു പോന്നു കേട്ടോ. ഇത് ഈ ഒരു തൊപ്പി തന്നെ ഞാൻ ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇത് അപ്പം ഇങ്ങനെ വലിച്ചിട്ട് അത് പൊട്ടിച്ചു കേട്ടോ. വീട്ടിലെത്താറാകുമ്പോഴേക്കും അത് പൊട്ടിയിട്ടുണ്ടായിരുന്നു.
പിന്നെ ഇതാ നമ്മൾ കേക്ക് വാങ്ങാൻ വേണ്ടി പോയി. അപ്പോൾ എന്തായാലും പിറന്നാളല്ലേ, വൈകുന്നേരത്തെ ഒരു കേക്കും കൂടി മുറിക്കാമെന്ന് വിചാരിച്ചിട്ട് ചെറിയ കേക്കാണ് കേട്ടോ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെന്നും കേക്ക് മേടിക്കുന്ന കട തുറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടുന്ന് വാങ്ങാൻ വിചാരിച്ച് വന്നതായിരുന്നു. അപ്പോൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ് അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാൻ വിചാരിച്ചിട്ട് വന്നതാട്ടോ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ വേറെ നമ്മൾ ഉണ്ണിയുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഇവിടുന്ന് വാങ്ങിച്ച കടയ്ക്കാണ് കേട്ടോ പോയിട്ടുള്ളത്. അപ്പോൾ അവിടുന്ന് നമ്മൾ ഒരു ഓറഞ്ച് കേക്ക് അതങ്ങനെ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് വാങ്ങി. അപ്പോൾ വീട്ടിലെത്തിയിട്ട് എല്ലാവരും കൂടിയിട്ട് അപ്പോൾ അത് കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഉണ്ണി ഇങ്ങനെ എത്താൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടി. കേക്ക് വാങ്ങിയിട്ട് കണ്ടുല്ലോ, അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് വണ്ടിയിലൊക്കെ ഇന്ന് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. വീട്ടിലെത്തിയിട്ട് അതൊന്ന് മുറിക്കാൻ കിട്ടിയപ്പോൾ അവൾക്ക് സമാധാനമായത് കേട്ടോ. ഊതായി ഊത് ഉറക്കെ ഇവിടുന്നിട്ട് ഊത്. അങ്ങനല്ല, മുറിച്ചിട്ട് ഊതാൻ പാടുള്ളൂ. മുറുക്കി പാട്ട് പാടില്ലേ? ഹാപ്പി ബർത്ത്ഡേ പാട് പാട് ഇങ്ങനെ സൂപ്പറാണോ? എന്താ പങ്കം കുറച്ച് മതിട്ടോ ഉണ്ണി. കഷ്ണം എടുത്ത് കൊടുക്കും ഞാൻ കൈകൊണ്ട് എടുത്ത് കൊടുക്ക്. എടുത്ത് കൊടുക്ക്. അതവിടെ വെക്ക്. കത്തി വിട്. കൊണ്ട് എടുക്ക്. ഇത് കൊടുക്ക കുട്ടിക്ക് അതാ അവിടെ ഒന്ന് നുള്ളിയിട്ട് കൊടുത്തടാ. അവളെടുത്ത് തിന്നു. അതൊക്കെ തന്നെ എടുത്ത് കളയെടുത്തിട്ട് ഒരു ലേശം മതി. അതാകൊണ്ട് പിന്നെ വായ തുറക്കും. ചോറാണെന്നുണ്ടെങ്കിൽ ഇനി ഒരു കഷ്ടം. Happy birthday dear Tumbi. Happy birthday Tumbi. കാണിച്ചില്ല. അച്ഛനക്ക് കാണിച്ചെടുക്ക്. അച്ഛനും കാണിച്ചെടുക്ക്. പിന്നെ അങ്ങനെ രാത്രിക്ക് എടുക്കാൻ നേരത്ത് മറ്റേ ഡ്രസ്സും ഞാൻ ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇട്ടെടുത്തിട്ട് എല്ലാവരും കാണിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു പിറന്നാൾ വീഡിയോ ആയിരുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബായ്.